അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അയച്ചു കൊടുത്ത് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കട്ടെ. ഒരുപാട് ഉപകാരങ്ങൾ എല്ലാവർക്കും കിട്ടും. മാത്രമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ വിടുന്ന ഓരോരോ കാര്യങ്ങളും ഓരോരോ ഇൽമുകളും നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഞാൻ പറയുന്നത് നാവടക്കത്തിന് വേണ്ടിയുള്ളതാണ്. എത്രയോ ആളുകൾ പറയാറുണ്ട്, പിന്നെ അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പറ്റിപ്പോകും, അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കണ്ണ് കൊള്ളും, അയാളെ നാവ് കൊള്ളും, അയാളെ നാവ് ഭയങ്കരമാണ്, അയാളെ പേടിയാണ്, അയാളെ മുമ്പിലൂടെ പോകാൻ അല്ലെങ്കിൽ അവളുടെ മുമ്പിലൂടെ പോകാൻ നമുക്ക് പേടിയാണ്, അവളെന്തെങ്കിലും പറയും അല്ലെങ്കിൽ കാണും, അല്ലെങ്കിൽ നല്ല വസ്ത്രമിട്ടൊന്ന് പോകുന്നത് അവൾ കണ്ടാൽ പിന്നെ പോക്ക് മുടങ്ങും. ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും. യഥാർത്ഥത്തിൽ അവരൊന്നും വിചാരിച്ച് ചോദിക്കുന്നതോ നോക്കുന്നതോ അല്ല. പക്ഷേ ചില സമയങ്ങളിൽ അവരുടെ നാക്കും നോക്കും മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കി കളയും. ചില ആളുകളെ കണ്ടുമുട്ടാൻ പേടിയായിരിക്കും, അവളുടെ അടുത്തേക്ക് പോകാൻ പേടിയായിരിക്കും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെയുള്ള ഒരു മരുന്നാണ്, ഒരു ഖുർആനിക ഒരു സൂറത്താണ് ഞാനിപ്പോൾ പറയുന്നത്. അത് മനസ്സിലാക്കുക, അതുപോലെ ചെയ്യുക. നമുക്ക് ഒരാളെ ഭയപ്പാടുണ്ടെങ്കിൽ നാക്ക് കൊണ്ടോ നോക്കുകൊണ്ടോ, അല്ലെങ്കിൽ ഒരാളെ സന്ദർശിക്കാൻ പോകുമ്പോഴോ, ഒരു മേലധികാരികളെ സന്ദർശിക്കാൻ പോകുമ്പോഴോ, ഒരു ഓഫീസിനെ സന്ദർശിക്കാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ ഒരാളോടൊരു കാര്യം പറയാൻ പേടിയുണ്ടെങ്കിലോ, പോവാൻ മടിയുണ്ടെങ്കിലോ, പേടിയുണ്ടെങ്കിലോ, അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും ആവട്ടെ, നിങ്ങൾ പോകുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന് ചൊല്ലുക. ആയത്തുൽ കുർസി ഓതുക. ഇത് സാധാരണ എപ്പോഴും ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. അതിന് പുറമെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാണ്? അതൊരു ശത്രുവാണെങ്കിലും നാവും നാക്കും കൊള്ളുന്നവനാണെങ്കിൽ, നമുക്ക് സംസാരിക്കേണ്ട ആളാണെങ്കിലൊക്കെ അയാളെ മനസ്സിൽ കരുതി, അയാളെ ഉദ്ദേശിച്ച് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതുക. അത് നിങ്ങൾക്ക് എത്ര വട്ടം ഓതാൻ പറ്റും, 1, 2, 3 ഓതാൻ പറ്റുന്നെങ്കിൽ ഓതിയിട്ട് പോവുക. അതുപോലെ അയാളെ കാണുന്ന സമയത്ത്, ദൂരെ നിന്നോ അടുത്തു നിന്നോ കാണുന്ന സമയത്ത് അയാളുമായി സംസാരിക്കുന്നതിന് മുമ്പായിട്ട് അലം തറ കൈഫ സൂറത്ത് ഓതുക. അങ്ങനെയായാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അവർ നമ്മളെ കയർത്ത് സംസാരിക്കുകയോ ദേഷ്യപ്പെടുകയോ ചൂടാവുകയോ ഒന്നുമില്ല. അയാൾ നമ്മളോട് മയമായി പെരുമാറും. നമ്മുടെ സംസാരവും മയമായിരിക്കണം, പെരുമാറ്റവും മയമായിരിക്കണം. അങ്ങനെ എല്ലാം ഒത്തിണങ്ങുമ്പോൾ ഈ സൂറത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ചാടിക്കളിച്ച് പറയുമ്പോൾ അവരും ചാടിക്കളിക്കും. അങ്ങനെയല്ല, നമ്മൾ പെരുമാറേണ്ട രൂപത്തിൽ പെരുമാറുക. എന്നിട്ട് ഈ അലം തറ കൈഫ സൂറത്ത് ഓതുക. അയാളെ മുഖത്തേക്ക് നോക്കിയിട്ടോ ശരീരത്തിലേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്നോ നോക്കിയിട്ട് ഇത് ചൊല്ലുക. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അയാളെ മുമ്പിലൂടെ പോകാം, അയാളെ സംസാരിക്കാം, എല്ലാം ചെയ്യാം. അങ്ങനെയുള്ള ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ നമ്മൾ അലം തറ കൈഫ എന്ന് ഓതി കൊടുക്കുക. ഇനി അങ്ങനെയുള്ള ഒരാളെ നമ്മൾ കാണാൻ പോവുകയാണെങ്കിലും അലം തറ കൈഫ സൂറത്ത് ചൊല്ലിയിട്ട് വേണം അയാളെ വീട്ടിലേക്ക് കയറാൻ, അല്ലെങ്കിൽ കാണാൻ, സംസാരിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ തന്നെ എന്താവും, അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നാവേറിനെ തൊട്ടും കണ്ണേറിനെ തൊട്ടും അസൂയാലുക്കളിൽ നിന്നും പേടിപ്പെടുത്തുന്നവരിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.